സഭയെയും കർത്താവായ മണവാളനെയും ഉപമിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു ബുക്കാണ് ബൈബിളിൽ ചേർക്കപ്പെട്ടത്. കാണാൻ സാധിക്കും മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരുള്ള. അപ്പോ ഈ മെസ്സേജിന്റെ ടോപ്പിക് ഒറ്റയായിട്ട് കാണിക്കുന്നത് ഗോഡ് ഓഫ് ഡെസേർട്ട്, നമ്മുടെ മരുഭൂമിയിൽ കാണുന്ന ദൈവം എന്ന വിഷയത്തെ പറ്റി നമുക്ക് അല്പസമയം ചിന്തിക്കാം. ഇവിടെ കാണുന്ന ഒരു പിക്ചറല്ല, മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരുള്ള. ആ മനസ്സ് വിചാരിക്കാം, മരുഭൂമിയിൽ ഒരു അവസ്ഥയും ഒരു സപ്പോർട്ടും ഒരു കംഫർട്ട് സോണേയാണ്. പക്ഷെ അവർക്കൊരു പ്രിയനുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ചാരാൻ ഒരു പ്രിയനുണ്ട്. ഹല്ലേലൂയ. പ്രിയന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടാനില്ല. ചുറ്റും നോക്കുമ്പോൾ മരുഭൂമിയാണ്. പക്ഷെ അവർക്ക് സന്തോഷം പറയുന്നത് മരുഭൂമിയാണെങ്കിലും എനിക്ക് ചാരാൻ ഒരു പ്രിയനുണ്ട്. ഹല്ലേലൂയ. അവരെ നോക്കി അത്ഭുതത്തോടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഇപ്പോൾ. ഹല്ലേലൂയ. ശലോമോൻ സുനേംകാരത്തെ കണ്ട അത്ഭുതത്തോടെ എഴുതിയൊരു ബുക്കാണ് ഉത്തമഗീതം. ഹല്ലേലൂയ. പ്രേമത്തെ, അതിന്റെ രസത്തെ ഇളക്കരുത് എന്ന് പറയത്തക്കവണ്ണം സ്നേഹത്തിന്റെ ആഴത്തെ ഏറ്റവും അധികം വെളിപ്പെടുത്തുന്ന ഒരു ബുക്കാണ് ഉത്തമഗീതം. അത് സഭയെയും ക്രിസ്തുവിന്റെ മണവാളനെയും ഉപമിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം എത്ര വലുതായിരിക്കണം. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിറക്കിയ ഒരു മരുഭൂമിയിലോട്ട്. ഹല്ലേലൂയ. ലോകത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റിൽ കൂടെ നമുക്ക് നടക്കുന്നത്. ഹല്ലേലൂയ. സാധ്യതകളെല്ലാം മരുഭൂമിയാണെങ്കിലും നമുക്ക് ഒരൊറ്റ കാര്യമുണ്ട്, നമുക്ക് ചാരാനുള്ള ഒരു മണവാളൻ കർത്താവ് യേശുക്രിസ്തുവുണ്ട്. ഹല്ലേലൂയ. നമ്മളെ നോക്കിക്കൊണ്ട് ഈ വാക്യം വിളിച്ചു പറയുക, നമ്മുടെ ഓരോരുത്തരെ നോക്കിക്കൊണ്ട് ഈ വാക്യം വിളിച്ചു പറയുകയാണ്. മരുഭൂമിയിൽ നോക്കാനെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് മരുഭൂമി അവസ്ഥകളെങ്കിലും ഹല്ലേലൂയ അത്ഭുതമായി ലോകത്തിൽ. ഹല്ലേലൂയ. ലോകത്തിൽ ഇന്നും അത്ഭുതമാണ് നാം വിശ്വാസത്തിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ എല്ലാ അവസ്ഥകളും സ്റ്റാറ്റസും ഒരു കാര്യവും ഇല്ല, രക്ഷിക്കത്തക്കവണ്ണമായ എല്ലാ കാര്യങ്ങളും കൂടിയാണ് അവർ പോകുന്നതെങ്കിലും ഹല്ലേലൂയ നമ്മളെ നോക്കി കർത്താവ് സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ നമ്മളെ നോക്കി വചനം നമ്മളെ പുകഴ്ത്തുകയാണ്. ഹല്ലേലൂയ മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരാൻ പഠിച്ചത്. ഹല്ലേലൂയ. ബിരിയാണി പറയാനിടയെ തീർന്നു. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ചില ഹല്ലേലൂയ വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് ഉയർച്ചകളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു സ്നേഹബന്ധത്തിൽ നമുക്ക് ഒത്തിരി മാറുന്നവരുടെ ഹല്ലേലൂയ ഒരുപാട് സഭയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയി. ഹല്ലേലൂയ. ഇറങ്ങി തിരിച്ച കാലത്ത് മരുഭൂമിയാണെങ്കിൽ കർത്താവ് മതിയെന്നെ ഉണ്ടാകുന്ന മനസ്സിൽ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചില കംഫർട്ട് സോണുകളോട് പരിചയപ്പെട്ടപ്പോൾ ചില റിലീജിയസ് സിസ്റ്റത്തിന്റെ അകത്തേക്ക് കടന്നപ്പോൾ ഹല്ലേലൂയ യഥാർത്ഥ സ്നേഹത്തിന് കളങ്കം പറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ട് യോബിന്റെ അടുത്ത് പിശാചിന് പോയിട്ട് വന്നപ്പോൾ പിശാചിന്റെ കാര്യം പറഞ്ഞു. ഹല്ലേലൂയ നീ അവനെല്ലാം കൊടുത്തതുകൊണ്ടാണ് അവൻ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അവന് കൊടുത്തതെല്ലാം കൂടെ ഇങ്ങോട്ട് മേടിച്ചു നോക്കാം, അവന് സ്നേഹമുണ്ടോ എന്ന് അറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഇയ്യോബിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ ഹല്ലേലൂയ പിശാചിനെ അയച്ചു. ഹല്ലേലൂയ അവനെ കൊടുത്തതെല്ലാം മേടിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ചിലമായി കേട്ടിട്ടുണ്ട് ഈ അന്ത്യകാലത്ത് ഹല്ലേലൂയ പെന്തക്കോസ്താനിടയിൽ ഹല്ലേലൂയ അനേകം ദൈവസ്നേഹമായിട്ട് എഴുന്നേറ്റ് നമ്മുടെ പിതാക്കന്മാർ ഹല്ലേലൂയ അവരവരുടെ കഷ്ടത്തിൽ എഴുന്നേറ്റു. ഹല്ലേലൂയ. അപ്പോൾ അന്നും പിശാച് സ്വർഗത്തിൽ പോയത് ഉപമ പറയാറുണ്ട്. ഹല്ലേലൂയ. അന്ന് പിശാച് സ്വർഗത്തിൽ പോയപ്പോൾ ഇയ്യോബിന്റെ അടുത്ത് ഇറക്കി എന്റെ ഓപ്പോസിറ്റ് ഇറക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാച് പറഞ്ഞു നീ ഹല്ലേലൂയ ഹല്ലേലൂയ അവർക്കൊന്നുമില്ല, അവർക്ക് മരുഭൂമിയാ, അവർക്ക് രാവിലെ എന്ത് കഴിക്കാൻ വേണമെങ്കിൽ ഇതിനോട് ചോദിക്കണം. ഹല്ലേലൂയ. അവർക്ക് എന്ത് കൊടുക്കാൻ വേണമെങ്കിൽ നിന്നോട് ചോദിക്കണം. ഹല്ലേലൂയ. അവർക്ക് രാത്രി എവിടെയെങ്കിലും കിടക്കണമെങ്കിൽ അവർക്ക് നിന്നോട് ചോദിക്കണം. ഇതൊക്കെ അവർക്ക് കൊടുത്തു നോക്കി അവരുടെ സ്നേഹം എന്താണെന്ന് അറിയാം. ഹല്ലേലൂയ. പിശാച് ഇന്നും ഹല്ലേലൂയ ഇയ്യോബിന്റെ കൊടുത്ത അതേ പരീക്ഷ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഈ ഉത്തമഗീതം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കാമോ? ഹല്ലേലൂയ. ഈ സാഹചര്യങ്ങൾ എല്ലാം എടുക്കുമ്പോഴും ഹല്ലേലൂയ കംഫർട്ട് സോൺ അല്ലെങ്കിലും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു വലിയ വാക്യമാണ്. ഹല്ലേലൂയ 1:4. ഹല്ലേലൂയ. ഒറ്റ വായത്തിന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഹല്ലേലൂയ ശലോമോൻ സൂര്യകാലത്തിൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവരുടെ പ്രിയതമനോടുള്ള സ്നേഹത്തിൽ അകറ്റുവാൻ അവളെ പിടിച്ച് കൊട്ടാരത്തിൽ വന്ന് കൊണ്ടുവരുത്തിയേക്കാണ്. ഹല്ലേലൂയ. ദേശീയ ബുദ്ധിമാരെ കൊണ്ട് ഇവരുടെ ഹല്ലേലൂയ പരിഭാഷ ചെയ്യിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആ പ്രിയനോടുള്ള സ്നേഹം വിട്ടിട്ട് ഈ ശലോമോന്റെ കൂടെ വയ്ക്കാൻ. ഹല്ലേലൂയ. നിനക്ക് ഈ കൊട്ടാരമല്ലേ വലുത്. ഹല്ലേലൂയ. നിന്റെ പ്രിയൻ എന്ത് സൗന്ദര്യമുണ്ട്, അവൻ എന്ത് യോഗ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ അകത്ത് നടക്കുന്ന ഒരു ഹല്ലേലൂയ ക്രേവിംഗ് ആണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രിയനെ നിന്റെ പിന്നാലെ എന്നെ വലിക്കുക. ഹല്ലേലൂയ. അവിടെ ആക്കപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ ഒരു രാജാവിന്റെ കൊട്ടാരത്തിന്റെ സ്ഥലത്താണ്. ഹല്ലേലൂയ. രാജാവിന്റെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് വിളിച്ചു പറയുന്ന ക്രേവിംഗ് ആണെന്ന് അറിയാമോ? ഹല്ലേലൂയ. എനിക്കിവിടെ അൺഫിറ്റ് ആണ്. ഹല്ലേലൂയ. എനിക്ക് മരുഭൂമി പ്രിയനെ ചാരുന്നതാണ് എനിക്ക് ഫിറ്റായിട്ടുള്ള ലൈഫ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയനെ നിന്റെ പിന്നാലെ എന്നെ വലിക്കുക. ഹല്ലേലൂയ. നമ്മൾ എത്ര ഉയർച്ച വന്നാലും എത്ര കംഫർട്ട് സോണിൽ എത്തിയാലും ഈ സ്നേഹത്തിന് കളങ്കം പറ്റരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയനോടുള്ള ഹല്ലേലൂയ പ്രേമം, ആ സ്നേഹം അത് ദിവസം ഹല്ലേലൂയ വർദ്ധിച്ചു വരുന്നതല്ലാതെ ഹല്ലേലൂയ ഒരു ചെറുതായിട്ട് പോലും കുറയരുതെന്നാണ് ഈ വാക്യം വിളിച്ചു
രാജാവിന്റെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സ്നേഹം എനിക്ക് തരിക. ഹല്ലേലൂയ. ഈ ലോകം എത്ര ഓഫ് ചെയ്താലും, ഈ ലോകത്തിൽ എത്ര കംഫർട്ട്സ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, നമ്മളെ വ്യത്യസ്തരാക്കുന്നത് മരുഭൂമിയിൽ പ്രിയനെ ചാരാനുള്ള നമ്മുടെ സ്വഭാവമാണ്. ഹല്ലേലൂയ. ആ പ്രിയനെ ചാരി ജീവിക്കുവാൻ നിങ്ങൾക്ക് ഈ ആത്മാവ് നമ്മെ സഹായിക്കുവാനായിട്ട്. എന്നാൽ ഈ വ്യക്തിക്കും ചെറിയ ഒരു ഹല്ലേലൂയ ഒന്നും പറ്റുന്നിടയാക്കി 5-4 വായിക്കുന്നാലും ഉത്തമ ഒരു ദിവസം രാത്രി പ്രിയൻ ഇവിടെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ പിക്ചർ ഞാൻ വായിക്കുന്നില്ല. ഹല്ലേലൂയ അവിടെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവരുടെ ഫോർമാലിറ്റിക്കകത്ത് നിന്നു. ഹല്ലേലൂയ എന്ന് വെച്ചാൽ അവിടെ രാത്രി കാണാൻ വന്നപ്പോൾ പ്രിയൻ ബാധിക്കുന്നത് കുട്ടിയാണ്. അപ്പോൾ അവരുടെ മറുപടിയാണ്, ഞാൻ എങ്ങനെ എഴുന്നേക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ എന്റെ അങ്കി ഊരിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ കയ്യിൽ ഊരൊക്കെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ അവരുടെ ഫോർമാലിറ്റി അവരുടെ പ്രൈവസി വേൾഡിനെ അവർ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി. ഹല്ലേലൂയ. പ്രിയനെ മറച്ചുകൊണ്ട് പ്രൈവസി വേൾഡ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അത് പ്രിയനെ ഒത്തിരി ഹേർട്ടിയുടെ തീർന്നു. ഹല്ലേലൂയ. ഒരു വിചാരം ചെയ്യാൻ പോയില്ല, ഒരു തെറ്റും ചെയ്തില്ല. എന്നാൽ ഹല്ലേലൂയ ഒരു പ്രൈവസി വേൾഡ് തനിക്കായത് വേർതിരിച്ചപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്നലകളിൽ ഹല്ലേലൂയ എനിക്ക് പ്രിയനെ മതി, കൊട്ടാരം വേണ്ട എന്നുള്ള സ്വഭാവത്തോട് ജയിച്ചെങ്കിലും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ സ്നേഹത്തിൽ ഒരു ചെറിയ ചതി പറ്റി. ഹല്ലേലൂയ. അവർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ആ ഒരു മേഖലയിൽ ഹല്ലേലൂയ പ്രിയന്റെ അടുത്ത് പ്രൈവസി കാണിക്കത്തക്കവണ്ണം കർത്താവിന്റെ ഒത്തിരി പ്രൈവസി കാണിക്കാറുണ്ട്. ഹല്ലേലൂയ. നമുക്കുള്ള സമയമാണ് നമ്മൾ കർത്താവ് കൊടുക്കാൻ പറ്റാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ അവൈലബിലിറ്റി ഉണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ഫ്രീ ടൈം കിട്ടിയിട്ടാണ് പ്രാർത്ഥനയ്ക്ക് പോകാൻ നോക്കുന്നത്. ഒരിക്കലും പറയാം ആത്മീയ കാര്യങ്ങൾക്ക് ഒരിക്കലും സമയം കിട്ടത്തില്ല. ഹല്ലേലൂയ. ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. You will have time for what you have is priority. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയുള്ള കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ടൈം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പ്രിയനോട് അനുരാഗമാണ് എപ്പോഴും മുന്നിരിക്കുന്നെങ്കിൽ അവനിൽ നമുക്ക് കർത്താവിന് തമ്മിൽ പ്രൈവസി വേണ്ടിയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തെ ആഗ്രഹിക്കാൻ വരുമ്പോൾ ഞാൻ പ്രാർത്ഥന കൂടിനകത്ത് കാണും. ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ വചനത്തിന് മുമ്പിൽ കാണും. ഹല്ലേലൂയ. എന്റെ അവൈലബിലിറ്റി നഷ്ടപ്പെടുന്നത് അതാണ്. പലപ്പോഴും നമ്മൾ പാപം ചെയ്യുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥകളിൽ പോലും ഈ സ്നേഹത്തെ അകലുന്നതാണ് പ്രിയരെ ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ താഴോട്ട് കാണാൻ പ്രിയ അവിടെ ഇട്ടിട്ട് പോയി. ഹല്ലേലൂയ. ആ വാതിൽ പിന്നെ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ പ്രിയൻ അവിടെ ഇല്ല. ഹല്ലേലൂയ. കാവൽക്കാരൻ ഉപദ്രവിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയനോടുള്ള അനുരാഗത്തിലേക്ക് അവൾ തിരിച്ചു വരുന്ന വാക്യമാണ് 8-ാം അധ്യായത്തിൽ 5-ാം വാക്യം വീണ്ടും വായിക്കുന്നത്. ഹല്ലേലൂയ. അവൾ വീണ്ടും തിരികെ ആ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് തിരികെ വന്ന് അവളുടെ പ്രിയനെ ചാടാൻ പഠിച്ചു. ഹല്ലേലൂയ. ഈ മരുഭൂമിയുടെ ഒരു ലൈഫ് കൊണ്ടാണ് ദൈവം നമ്മളെ തിരിച്ചെടുക്കുന്നതാണ് ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം. ഹല്ലേലൂയ. നമ്മൾ തുടങ്ങിയവരെല്ലാം ആദ്യ സ്നേഹം നമ്മുടെ ഹാളിൽ നല്ല ഉന്നതമായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് വെച്ചൊരു അവസ്ഥ പോലെ നമ്മുടെ സ്നേഹം പലപ്പോഴും തണുത്തു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ കംഫർട്ട് സോണിൽ ഒതുങ്ങി നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കംഫർട്ട് സോണിനെ പൊളിക്കത്തക്കവണ്ണം ദൈവം ചില മരുഭൂമികൾ നമുക്ക് അനുവദിക്കാറുണ്ട്. ഹല്ലേലൂയ. ആ മരുഭൂമി നമ്മുടെ പ്രിയനെ തിരിച്ചറിയും. ഹല്ലേലൂയ. ആ മരുഭൂമിയുടെ അർത്ഥം നമ്മളെ തീർക്കാനല്ല, ആ മരുഭൂമിയുടെ അർത്ഥം നമ്മുടെ ലൈഫിൽ ഒരു എന്ത് തീർക്കാനല്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതിന് നടുവിലും കർത്താവിന്റെ സന്നിധിയിൽ ഒരുക്കപ്പെടുന്ന ദൈവം നമുക്ക് ഹൃദയം തരികയാണ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരുന്ന ഒരു ഹല്ലേലൂയ പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. സ്നേഹത്തെ പറ്റി കർത്താവ് പറഞ്ഞു യെരൂശലേമിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നിനക്ക് വിവാഹം നിശ്ചയിച്ച സമയത്ത്, നിന്നെ വിളിച്ച സമയത്ത് നിനക്ക് എന്നോടുണ്ടായ സ്നേഹവും പ്രേമവും ഞാൻ ഓർക്കുന്നു. പക്ഷെ ഇപ്പോൾ നീ എന്ത് ചെയ്യുക? ഈ പ്രൈവസി വീടിനകത്ത് ഒതുങ്ങി പോയിട്ട് എനിക്ക് ഇതിനെ ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ നമ്മുടെ ശുശ്രൂഷക്കാർക്ക് കർത്താവ് നമ്മളെയാണ് വേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ പലതും ചെയ്യിച്ചു കൊടുത്തിട്ട് ഒതുങ്ങുന്നവരാണ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല കർത്താവിന് വേണ്ടത്. ഹല്ലേലൂയ. അവന് നമ്മളെയാണ് വേണ്ടത്. കാരണം കർത്താവ് അങ്ങനെ നമ്മളെ സ്നേഹിച്ച് ഒരു സാക്ഷി കാണുന്നത് അവൻ ഹല്ലേലൂയ നമ്മുടെ നിഷ്കളങ്കരായ ദിവസങ്ങൾ നിർത്തേണ്ടതിന് ഹല്ലേലൂയ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. യേശുവിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ ആ സ്നേഹത്തിന്റെ അടയാളം. തിരിച്ചും അതേ സ്നേഹമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയല്ല, നമ്മളെ തന്നെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹം. ആ ഒരു ദൈവം കരയുന്ന അവസ്ഥയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹം ഓർക്കുന്നു. എന്നാൽ ദൈവം കൈവിടുന്നില്ല. അവൻ തെരഞ്ഞെടുത്തതാകിയാൽ
ദൈവത്തിന് പർപ്പസ് ഉണ്ട്. അവനൊരു മരുഭൂമിയുടെ കാലം അയക്കുകയാണ്. ഹാലേലൂയ. ഈ കംഫോർട്ട് സോൺ ഒന്ന് പൊളിക്കുകയാണ്. കഴുകൻ തന്നെ കുഞ്ഞിനെ വളർത്താൻ പഠിപ്പിക്കുന്നത് പോലെ ചില കുട്ടുകൾ ആ കൂട്ടിലേക്ക് ഇടുകയാണ്. കഞ്ഞിപോലുള്ള കൂടിന്റെ അടുത്ത് കംഫോർട്ട് സോൺ വലിയിട്ടുണ്ട്. കഴുകനെ അവിടെ വിളിക്കാൻ അല്ല വിളിച്ചിരിക്കുന്നത്. ഹാലേലൂയ. അതിന് വെളിയിലുള്ള ഉയരത്തിൽ പറക്കാനാണ്. ഹാലേലൂയ. ചില പുല്ലുകളെ അനുവദിക്കുന്നത്. ഹാലേലൂയ. നമ്മുടെ വെളിയിലേക്ക് യഥാർത്ഥ സ്നേഹബന്ധത്തിലേക്ക് ഉയർത്താനാണെന്ന് ഹാലേലൂയ. മരുഭൂമിയുടെ അവസ്ഥകൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കഴിക്കുന്നത് അത് നമുക്ക് കാണാം. പ്രവചനം 2-ാം അധ്യായത്തിന് 14-15 വാക്യങ്ങൾ. ദൈവം കഴിയുന്നതിൽ ആ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ ദൈവം ആ സ്നേഹത്തിലേക്ക് തിരികെ വിളിക്കുകയാണ്. മരുഭൂമിയിൽ കൊണ്ടുചെന്ന് കർത്താവ് അവളെ വിവശയാക്കി വീണ്ടും ഹൃദ്യമായി സംസാരിക്കുന്നത്. റീജനറേഷൻ, ആ ബന്ധത്തിന്റെ ആ ഒരു പുതുക്കമാണ് ആ മരുഭൂമി സംഭവിക്കുന്നത്. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ ജയിച്ചുകൊണ്ട് ചില കംഫോർട്ട് സോണിന്റെ ദൈവം പുറത്തിറക്കിയിട്ടുണ്ട്. ഹാലിയ. എന്നാണ് യഥാർത്ഥമായി കർത്താവിനെ കാണാൻ റെഡിയായത്. ഹാലിയ. അവൾ ഹാലിയ അവളെ വിധേയയാക്കും. ഹാലിയ. യഥാർത്ഥ ഫസ്റ്റ് ലവിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവം ചില മരുഭൂമിയുടെ കാലങ്ങൾ ഹാലിയ വെളിപ്പെടും. ഇനി എന്റെ റിസൾട്ട് വായിക്കാം. എന്റെ അടുത്ത് വായിക്കാം. കംഫോർട്ട് സോണിൽ ശീലിച്ച അവന് ദൈവത്തെ ഉടയവനെ വിളിക്കത്തുള്ളൂ. ദൈവമേ. എന്നാൽ ആ വിധേയനാക്കി കഴിഞ്ഞ അവസ്ഥയിലേക്ക് തിരികെ യഥാർത്ഥ ഫസ്റ്റ് ലവിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ വിളിക്കുന്നെന്തുവാ? ഭർത്താവേ. ഹല്ലേലൂയ. ഇതാണ് ആദ്യ സ്നേഹത്തിലേക്ക് ജീവിതം. അന്നാളിൽ ഇനി ഭാര്യ ഉടയവനേതല്ല, ദൈവത്തോടുള്ള ബന്ധത്തെ, ഒരു റിലീജിയസ് സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് ദൈവത്തോടുള്ള ബന്ധത്തെ ഹല്ലേലൂയ ഒരു റിലേഷനിലേക്ക് ദൈവം അടുപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചോ? റിലീജിയസ് സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് ഹാലിയ കംഫോർട്ട് സോൺ ശീലിച്ച് പാരമ്പര്യങ്ങളെ ശീലിച്ച് അതിന്റെ അകത്ത് ഒതുങ്ങിക്കൂടാമെന്ന് ചിന്തിക്കുന്ന ഈ പ്രിയരെ മരുഭൂമിക്കകത്തുകൊണ്ട് വശീകരിച്ച് വിധേയാക്കിയിട്ട് റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. ഹാലിയ. അവൾ ഇനി ഉടയവനെ നല്ല വിളിക്കുന്നത്. ഹാലിയ. എന്റെ ഏക ഭർത്താവേ. ഹാലിയ. ഈ ഒരു റിലേഷനിലേക്കാണ് ദൈവം നമ്മളെ ഓരോ ദിവസം അടുപ്പിക്കുന്നത്. ഹാലിയ. ഈ റിലീജിയൻ അവരൊന്ന് വായിക്കുക. യെശയ്യാ 29-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. കംഫോർട്ട് സോണിൽ റിലീജിയസ് സിസ്റ്റത്തിന്റെ അകത്ത് ഒതുങ്ങി പോയപ്പോ അവരുടെ അകത്ത് വെളിപ്പെടുന്ന യഥാർത്ഥ സ്നേഹമാണ്. ദൈവം അവർ ഹൃദയം നോക്കി. വരുമ്പോ കയ്യിലിരിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, യാഗം നടക്കുന്നുണ്ട്, അസാധാരണമായ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ദൈവം മനുഷ്യരെ മുഖമാണ് നോക്കിയേ. അവരുടെ ഹൃദയം നോക്കിയപ്പോൾ രാവിലെ മുതൽ ദൈവം ഓരോരുത്തർ ഭക്തി ഹൃദയത്തിൽ നോക്കുക. മനപ്പാടമാക്കിയ മാനുഷ്യ കൽപ്പന എത്ര? പാട്ട് പാടുമ്പോൾ കൈയടിക്കണം, പ്രാർത്ഥിക്കണം ഒക്കെ നമ്മള് റിലീജിയസ് സിസ്റ്റത്തിന്റെ അകത്ത് കംഫോർട്ട് സോണിൽ ഒതുങ്ങി പോകുമ്പോണ്ടാകുന്നില്ല. പക്ഷെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ യഥാർത്ഥ സ്നേഹത്തിലേക്ക് മരുഭൂമി അനുഭവിച്ച ഒരു വ്യക്തിയോട് ആരാധിക്കാൻ പറയണം. അവരിത് മാനുഷ്യ കൽപ്പന, അവൻ മനഃപ്പാടമാക്കി വെച്ചൊരു മാനുഷ്യ കൽപ്പന. ഇത് ലൈഫിൽ ഏറ്റവും ചലഞ്ചിങ്, ജയിക്കാൻ ഏറ്റവും പാടുള്ള മേഖലയാണ് റിലീജിയസ് സിസ്റ്റവുമായി. അത് മാനുഷ്യ കൽപ്പനക്കാർക്ക് ഒത്തിരി കാര്യങ്ങൾ കംഫോർട്ട് സോണിൽ കൂടെ ഒതുക്കും. ഇങ്ങനെയൊക്കെ പോയാൽ മതി, കാരണം എന്റെ അടുത്തിരിക്കുന്നതോ അതെ ചെയ്യും. അവനെ അനുഗ്രഹിക്കും, അവരിങ്ങനെ പോയാൽ മതി. പക്ഷെ ഹൃദയം നോക്കുന്ന ദൈവം ദുഃഖിക്കുകയാണ്. ഹാലേലൂയ. അവരെ വിധേയയാക്കാൻ ദൈവം കാക്ഷിയോടിരിക്കുകയാണ്. ഹാലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ദിവസങ്ങളെ ദൈവം മരുഭൂമിയിലേക്ക് നയിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥ സ്നേഹത്തിലേക്ക്, പ്രിയനോടുള്ള യഥാർത്ഥ അനുരാഗത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ മനഃപ്പാടമാക്കിയ മാനുഷികങ്ങളിൽ ആയിരങ്ങൾ ജീവിക്കുന്നത്. എന്തിനാ നമ്മളങ്ങനെ ജീവിക്കുന്നത്? നമ്മളും ഹാലേലൂയ ആരാധനയ്ക്ക് വരുന്നത് മറ്റുള്ളവർ ആരാധനയ്ക്ക് പോകുന്നത് ആയിരിക്കരുത്. ഹാലേലൂയ. പ്രിയനോടുള്ള അനുരാഗമായിരിക്കണം എന്നെ ആരാധിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഹാലേലൂയ. പ്രിയനോടുള്ള ബന്ധമായിരിക്കണം. അവനെ തന്നെ വിട്ടുകൊടുത്തെങ്കിൽ എന്റെ ഏറ്റവും വലിയ ക്രേവിംഗ് പറയുന്നത് എനിക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കത്തക്കവണ്ണം ഹാലേലൂയ സ്നേഹബന്ധത്തിലേക്ക് എന്നെ പുതുക്കണമേ. ഹാലേലൂയ. ഈ മരുഭൂമിയെ പ്രിയനെ ചാരാ പഠിച്ചാൽ ഈ ബന്ധത്തിലേക്ക് നമ്മൾ ഓരോ ദിവസം അടുത്ത് വരും. ഹാലേലൂയ. ഇതാണ് ഹാലേലൂയ റിലീജിയസ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ സമയത്തോടെ ചെറിയ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ ഓടുന്നു. നമ്മുടെ ദൈവം ഏത് രീതിയിലാണ് ഇതിലേക്ക് തിരിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുക. സമയമില്ലാത്തതുകൊണ്ട് ദൈവകൃപയെ ആശ്രയം ചെയ്യാം. ശ്രദ്ധിച്ചോണേ. നമ്മൾ നിൽക്കുന്നു, മനുഷ്യരോട് നിൽക്കുന്നു, ദൈവത്തിന്റെ ഭാഗത്ത്
ദൈവം എങ്ങനെ നമ്മുടെ റിലീജിയസ് സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് ഈ മരുഭൂമിയുടെ കാലത്ത് എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ഞാൻ ഇത്ര ഇതേ പറയാം, സമയമില്ലാത്തവരെ വിശദീകരിക്കുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം ഈ സാറ്റർഡേ പ്രയർ കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിൽ പോകുന്ന സമയത്താണ് ഈ ഭാഗം ദൈവം അത് നമ്മളെ പോലെ കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ അവിടെ വിതരണം ചെയ്തു. ഞാൻ അവരെ 2 പേരെ വിളിച്ചിട്ട് മാറ്റി സംസാരിച്ചു. അങ്ങനെ കാര്യമായിട്ടില്ല പണിക്കാർക്ക് അവരത് ചെയ്യുന്ന കാരണങ്ങൾ അപേക്ഷിച്ചതിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് യേശുവിനെ സ്നേഹിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് പറയാൻ. അവർ പറഞ്ഞു, He's a God, He commands everything from heaven. ഞാൻ പറഞ്ഞു, യേശു എനിക്കൊണ്ട് ഇറങ്ങി വന്നതുകൊണ്ട് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ഇതാണ് റിലീജിയനും റിലേഷനും വ്യത്യാസം. അവരെ സമയത്ത് ദൈവത്തിൽ ഒരിക്കലും അങ്ങനെ നമ്മളെ തേടി മനുഷ്യനായിട്ടുള്ള ദൈവം അല്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, നമ്മുടെ കാര്യമോ വളരെ സ്ട്രിക്റ്റ് റൂളാണ്, ഒരു കാര്യം കൂടി തെറ്റിയത്. ഈ റിലേഷൻ ഇല്ലാതെ എങ്ങനെ ഇത് അനുസരിക്കാൻ പറ്റും? ഒന്ന് ചിന്തിച്ച്, ഈ ദുബായിൽ ഒരാളിരിക്കും, നമ്മളെ അറിയത്തില്ല, ആരും അറിയത്തില്ല, പക്ഷെ പുള്ളി പറയുന്നില്ല, നമ്മൾ അനുസരിക്കുന്നുണ്ട്. എന്തൊക്കെ കാരണങ്ങളായി ലോകത്തെ റിലീജിയസ് സിസ്റ്റം കാണിക്കാം. എങ്ങനെയാണ് ഈ വ്യക്തിയെ ദൈവമായിട്ട് ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ ഒരു റിലേഷനുമില്ല, പക്ഷെ ഈ വ്യക്തി ഇദ്ദേഹത്തെ പറയുന്ന എല്ലാം അനുസരിക്കും. എന്തൊക്കെ റീസൺ? ഒന്ന് ആണെങ്കിൽ ഫിയർ അല്ലേ? ഫിയർ, ഭയം. ആ വ്യക്തിയോടുള്ള ഭയം. ആ വ്യക്തി എന്തെങ്കിലും എന്നെ അത് ചെയ്തില്ലെങ്കിൽ എന്നെ അടിക്കുമോ എന്നുള്ള ഭയം. ഞാൻ പാപം ചെയ്താൽ എനിക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ള ഭയം. അതൊരു കാരണമാകാം. വേറെ ഓബ്ലിഗേഷൻസ് വരാം. പിന്നെ നമുക്ക് പറയാം ബെനഫിറ്റ്സ് പറയാം. ആ വ്യക്തി എന്തെങ്കിലും ബെനഫിറ്റ്സ് പറയാം. ഈ വ്യക്തിന് എനിക്ക് എന്തെങ്കിലും ബെനഫിറ്റ്സ് കിട്ടും, അത് വേണേ പറയാം. ഈ റിലീജിയൻ ഏറ്റവും അൾട്ടിമേറ്റ് ലെവലാണ് നോളജ് എന്നുള്ളത്. ഈ വ്യക്തി ഈ ഫിയർ മാറിയാൽ ഈ ദൈവത്തെ സേവിക്കും. ഞാൻ പാപം ചെയ്തിരിക്കുന്ന നരകത്തിൽ വിടത്തിന് സത്യം പറഞ്ഞു യേശുവിനെ സേവിക്കും. എത്ര വാക്കിൽ ജീവിക്കാം, നരകം ഒരു ദിവസം ബോധ്യമായാൽ യേശുവിനെ സ്നേഹിക്കും. അന്നേരം പാപത്തോട് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തെയാണ് ഇതിനെ മുഴുവനായിട്ട് ചേർത്ത് പറഞ്ഞ കാര്യമാണ്. ഉമ്മ പഠിച്ചാൽ ഏതാണ് റിലീജിയൻ മനഃപ്പാടമാക്കി വെച്ച മാനുഷിക കൽപ്പനകൾ. ഇത് ഭയമായിരിക്കാം, ഒബ്ലിഗേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും തന്ന നോളജ് ആയിരിക്കാം, ചിലരുടെ കമ്പൽഷൻ എഴുതി കമ്പൽഷൻ റൂൾ സിസ്റ്റം അതായിരിക്കാം. ഇതിനെല്ലാം ദൈവം ഹൃദയം നോക്കിയിട്ട് അടയാളപ്പെടുത്തിയ കാര്യമാണ് എന്താ റിലീജിയൻ. ഒരു ദിവസം എനിക്ക് മനസ്സിലായി, ദൈവത്തെ ഈ ദൈവത്തെ സ്നേഹിച്ചിട്ട് എനിക്കൊരു നന്മ കിട്ടാൻ പോകുന്നു. അടുത്ത ആഴ്ച ആരാധന വരുമോ? അങ്ങനെയാണ് നമ്മുടെ റിലീജിയന്റെ അകത്ത്. ദൈവം ഹൃദയം നോക്കുമ്പോൾ ഇതാണ് റിലീജിയന്റെ അകത്ത്. റിലേഷൻ ഇത് വന്നിട്ടില്ല. അതോടെ പറയുന്നത് ഈ മരുഭൂമിയുടെ കാലം നമുക്ക് എല്ലാം അത്യാവശ്യമാണ്. ഈ മരുഭൂമിയുടെ കാലത്താണ് കർത്താവിൽ നിന്നും കർത്താവല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാത്ത റിലേഷനിലേക്ക് നമ്മുടെ വിധേയനാകും. ആ ഒരു ബന്ധത്തിലേക്ക് ദൈവം നയിക്കുന്നത്. ഇതിന് ദൈവം വെളിയിലെടുക്കും. ഹല്ലേലൂയ. ഇതിന് വെളിയിലെടുക്കുന്ന ഒരു കാലമാണ് റിലേഷന്റെ കാലം. അവിടെ വർക്കുന്നത് റിവലേഷൻ. ഈ മതത്തിൽ ഫുള്ള് വർക്കുന്ന നോളജ്. എന്നെ ഞാൻ അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ നടക്കും, ഞാൻ വന്നില്ലെങ്കിൽ അനുഗ്രഹം കിട്ടത്തില്ല, ഒബ്ലിഗേഷൻസ് ഉണ്ടാകും. ഇതെല്ലാം ഈ നോളജ് കാണുന്നത്. ഇതിന്റെ റെഫറൻസ് എന്ന് പറഞ്ഞ നോളജ്. പക്ഷെ ഈ റിലീജിയൻ പുറത്ത് വന്നാൽ നമ്മുടെ റിലേഷൻ ആയിരിക്കും. പിന്നെ ഇതിനൊന്നും ബന്ധമില്ല. അവരെന്നെ അടിച്ചില്ലെങ്കിൽ ഞാനവിടെ സ്നേഹിക്കും, അവരെന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാനവിടെ സ്നേഹിക്കും. കാരണം അവൻ അവരെ തന്നെ വിട്ടു തന്നെ എനിക്കൊരു സ്നേഹിച്ചു. നമ്മളെ അവനെ മുമ്പിൽ നിർത്താൻ വേണ്ടി അവൻ അവനെ തന്നെ വിട്ടു തന്നു. ഹല്ലേലൂയ. അതിന് മുമ്പ് അനുഗ്രഹം ഉണ്ടായിരുന്നില്ല. യേശു ക്രൂശ് കഴിക്കുന്ന മുമ്പ് അനുഗ്രഹം ഉണ്ടായിരുന്നില്ല, ശിക്ഷ ഉണ്ടായിരുന്നല്ലോ. യേശു എന്തിനാ അവനെ തന്നെ വിട്ടു തന്നെ? നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് സ്നേഹിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഈ റിലീജിയൻ അകത്തുനിന്ന് ഹല്ലേലൂയ മാനുഷിക കൽപ്പനയ്ക്കകത്ത് ഒതുങ്ങി കിടക്കുന്ന അനേകരെ തിരിച്ച് റിലേഷന്റെ അകത്ത് വിധേയനാകത്തക്കോടെ ഒരു മരുഭൂമിയിലേക്ക് ദൈവം അനുവദിച്ചത് നമ്മളെ ഓരോരുത്തരും ഈ റിലീജിയന്റെ അകത്തുനിന്ന് വിടുവിക്കാൻ വരുമ്പോഴല്ലോ. ഹല്ലേലൂയ. ചില 1-2 ചില വ്യക്തികളെ ഇതിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വന്നിട്ട് നമുക്ക് ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതിനൊക്കെ കാണാൻ സാധിക്കുന്നത് ദൈവം ഒരു വ്യക്തിയുടെ അടുത്ത് എന്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ വ്യക്തിയാണ് മോശ. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചു, ലോകത്തോട് ഇറങ്ങി വന്ന് സംസാരിച്ചു. പക്ഷെ മോശ അടുത്ത് ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, സ്റ്റോപ്പ്, നീ ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി വരണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താ? നിന്റെ ചെരുപ്പ് മാറ്റിക്കളയണം. ഈ ചെരുപ്പ് മാറ്റിക്കളഞ്ഞാണ് അതിന്റെ അർത്ഥം നിനക്ക് റിവലേഷന്റെ ബന്ധത്തിലേക്ക് നിന്നെ വിളിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലർക്ക് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ
ഈ സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ പറഞ്ഞു. നമ്മൾ പഠിച്ചു വെച്ച സമ്പ്രദായങ്ങൾക്കകത്ത് ദൈവത്തെ കാണുന്ന രീതിയിലേക്ക് അകത്തു നിന്നാൽ ഹാലലുയ്യ നമ്മൾ അതേ പഠനം ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന് മോശയെ പറ്റി അതേ പഠനം ചിന്തിക്കാനല്ല വിളിച്ചിരിക്കുന്നത്. ഹാലലുയ്യ ദൈവത്തിന്റെ തേജസ് കൊണ്ട് ഇവരെ കൊതിപ്പിക്കണം. ദൈവത്തിന് ഹാലലുയ്യ ദൈവത്തിന്റെ റിലേഷൻ കൊണ്ട് മോശയെ കൊതിപ്പിക്കണം. ഹാലലുയ്യ ദൈവം പറഞ്ഞ നീ ചെരുപ്പൂരി അകത്തേക്ക് വരിക. ഹാലലുയ്യ സൈമാത്തി സാറിന്റെ വൈഫ് ടെസ്റ്റിൽ പറയാറുണ്ട്. ഹാലലുയ്യ if you are neglecting anything, then God will give you a gift. That's a revelation of the word of God. Hallelujah. നിങ്ങൾ ഈ യേശുവിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിച്ച് അടുത്ത് ചെല്ലാൻ തയ്യാറാണെങ്കിൽ ദൈവം ഒരു പ്രോത്സാഹന സമ്മാനം ചെയ്യും. അതാണ് റിവലേഷൻ. ദൈവം തന്നെ തേജസ് കാണിക്കും. ഹാലലുയ്യ ഈ വചനത്തിന്റെ അകത്ത് റിവലേഷൻ കിട്ടണമെങ്കിൽ ഹാലലുയ്യ ഇതൊക്കെ ചിലത് നമ്മുടെ സിസ്റ്റങ്ങളെ വെളിയിൽ കളയാൻ തയ്യാറായിരിക്കണം. ഹാലലുയ്യ നമ്മളെ കഴിക്കുന്ന കർത്താവ് തരും. അത് തയ്യാറായാൽ അതുകൊണ്ടാണ് നമ്മൾ പല സമുദായത്തിൽ വന്നത്. നമ്മളെന്ത് എങ്ങനെ വിടുവിക്കപ്പെട്ട് ഇവിടെ വന്നേ. നമ്മളിതെല്ലാം നെഗ്ലക്ട് ചെയ്യുവാൻ തയ്യാറായി. ഹാലലുയ്യ അന്ന് മുതൽ ഹാലലുയ്യ മോശയുടെ കയ്യിൽ വഴി യഹോവയുടെ കൈയായി വഴിയുമായി. ഹാലലുയ്യ അന്ന് മുതൽ മാനുഷികമായി നിയന്ത്രിക്കപ്പെട്ട വഴി അന്ന് മുതൽ ദൈവത്തിന്റെ വഴിയായി മാറുന്നേറ്റു. അവിടെയാണ് എൻകൗണ്ടർ. ഹാലലുയ്യ എല്ലാ വ്യക്തികൾക്കും ബൈബിളിലുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു മരുഭൂമിയുടെ കാലം പറയാനുണ്ട്. മോശയ്ക്ക് വേറെ പർവ്വതത്തിന് അടുത്ത് നടത്തപ്പെട്ട ആ മരുഭൂമിയാണ് ഈ റെവലേഷനിലേക്ക് കാണിച്ചത്. അവിടെ മോശം പറഞ്ഞു ആ ദൈവമേ നിന്റെ തേജസ് എന്ന് കാണിക്കണം. അതുപോലെ കൊതി പറഞ്ഞു. ഹാലലുയ്യ മോശയ്ക്ക് ആ തേജസ് കൊണ്ട് ഞാൻ മരിച്ചു. പക്ഷേ മോശം എനിക്ക് മരിച്ചാൻ വേണ്ടി എന്റെ തേജസ് ഒന്ന് കാണണം. ഹാലലുയ്യ ഈ തേജസ് കാണാതെ കൊതിപ്പിക്കും. ഹാലലുയ്യ ഇതാണ് ദൈവത്തിന്റെ റിവലേഷനിലേക്കുള്ള കയറ്റം. ഹാലലുയ്യ അവരൊക്കെ ഒരു വ്യക്തിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. റിലീജിയസ് സിസ്റ്റത്തിൽ ജീവിക്കുക ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ എതിർക്കാൻ നോക്കുന്നാൽ ഹാലലുയ്യ അവരവർ വെളിയിൽ ജീവിച്ചാൽ ദൈവ തേജസ് കൊണ്ട് തന്നെ കൊതിപ്പിക്കും. ഹാലലുയ്യ അവർക്ക് ജയിക്കാൻ കഴിയാത്തത് നീ റിവലേഷനിൽ ജീവിച്ച് ജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹാലലുയ്യ രണ്ടാമത്തെ വ്യക്തിയാണ് പൗലോസ്. ഹാലലുയ്യ പൗലോസിനെ ദൈവം ഹാലലുയ്യ ദമസ്കസ് വഴിപാതിക്ക് തൊട്ടതിന് ശേഷം 3.5 വർഷത്തേക്ക് ഒറ്റപ്പെടുത്തി അറബിയിലേക്ക്. ഹാലലുയ്യ 1-ാമത്തെ അധ്യായം നമുക്ക് വായിക്കാം. മാനുഷികമായി പഠിച്ച കൽപ്പനകളല്ല ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിന് പ്രാപിച്ചത്. ഇത് ഡയറക്റ്റ് റിലേഷനാണ്. ഏതാ മാനുഷികമായ പൗലോസ് കൂടി കാണുന്നുണ്ട്. യഹൂദ മതത്തിൽ താഴ്ത്തിയിട്ടുണ്ട്. യഹൂദ മതത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്ത് ജീവൻ മുഴുവൻ കളഞ്ഞുകൂടി വെച്ച പൗലോസ്. പക്ഷെ ഇപ്പോൾ ലഭിച്ച സുവിശേഷത്തിന്റെ ശക്തി മാനുഷികമല്ല. മാനുഷിക സിസ്റ്റത്തിന്റെ അകത്ത് പഠിച്ചതല്ല. ഇപ്പോഴൊക്കെ കിട്ടിയേ ഡയറക്റ്റ് റിലേഷൻ. അതിന് കിട്ടിയേ ദൈവം ഒറ്റപ്പെടുത്തി അറേബ്യ മരുഭൂമി 3.5 വർഷം കൊണ്ട് ദൈവം കൊതിപ്പിച്ചു കൊടുത്ത കാര്യമാണ് റിവലേഷൻ. ഹാലലുയ്യ ഇതിലേക്കാണ് ദൈവം ഇന്നും അനേകരെ ക്ഷണിക്കുന്നത്. ഹാലലുയ്യ ഈ റിവലേഷനിലേക്കാണ് ദൈവം ഇന്ന് അനേകരെ ക്ഷണിക്കുന്നത്. ഹാലലുയ്യ ഈ റിവലേഷൻ പ്രാപിച്ചാൽ പൗലോസിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഹാലലുയ്യ ഈ റിവലേഷൻ പ്രാപിച്ച പൗലോസ് ഓരോ ദിവസവും ക്രിസ്തുവിനോട് അടുക്കുകയായിരുന്നു. ആ മരുഭൂമിയുടെ അവസ്ഥയിൽ പ്രിയനമേ കൂടുതൽ ചാരുകയായിരുന്നു. കാരണം അവരെ സിസ്റ്റത്തിന്റെ അകത്തല്ല, റിവലേഷന്റെ അകത്താണ് ജീവിക്കുന്നത്. ഹാലലുയ്യ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം അധ്യായം 10 മുതൽ 13 വരെ മോശയുടെ ലൈഫ് മുതൽ പൗലോസിന്റെ ലൈഫ് നിങ്ങളുടെ വാക്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പഠിപ്പിച്ചത് ധ്യാനിക്കാം. അവരുടെ ജീവിതം മാറിയാണ്. 20-10 മുതൽ 13 കണ്ടോ. യേശു മരിച്ചു കഴിഞ്ഞാൽ യേശുവിനെ കാണാനില്ല. ശിഷ്യന്മാരെ ചെയ്തു മടങ്ങിപ്പോയി. അവരെ റിലേഷനിലേക്ക് വന്നില്ല. പക്ഷെ അവിടെ സ്ത്രീയെ പറ്റി എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചേ ഈ കർത്താവ് ഇപ്പൊ എന്തുവാ ഡെഡ് ബോഡിയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ശിഷ്യന്മാർ ഇട്ടേച്ചു പോയി. ഈ സ്ത്രീ അവിടെ നിന്ന് കരയുകയാണ്. എന്റെ കർത്താവിന് ഈ ഡെഡ് ബോഡി ആയ കർത്താവിനെ ശിക്ഷിക്കുമോ? ഇല്ല. ഈ ഡെഡ് ബോഡി ആയ കർത്താവ് ഇതൊരു ബസ്സിൽ വരുമോ? ഇല്ല. പക്ഷെ അവള് പറയുന്നത് ഈ ഡെഡ് ബോഡി ആണെങ്കിലും യേശുവിന്റെ കർത്താവാണ്. ഇവിടെ ആ റിലീജിന്റെ അകത്തുനിന്ന് പുറത്ത് ഞാൻ സുവിശേഷങ്ങൾ വായിച്ചിട്ടുള്ള ഒറ്റ വ്യക്തിയാണ് ഈ റിലീജിന്റെ അകത്ത് പുറത്തു വരാൻ പറ്റില്ല. അത് ആരെങ്കിലും ഒരുവരൊക്കെ ഉണ്ട് ഈ കാലത്ത്. ഹല്ലേലൂയ. എന്റെ കർത്താവ് അത് കുറിയോസ് എന്ന പദമാണ്. ആ കുറിയോസ് എന്ന പദം അറിയ പറയണമെങ്കിൽ ഡെഡ് ബോഡി ആയ ഒരു വ്യക്തിയെ കുറിച്ച് പറയണമെങ്കിൽ അവിടെ ബന്ധം റിലീജിയസ് സിസ്റ്റത്തിന്റെ അകത്ത് വെളിയിലേക്ക് തിരികരുന്നു. ഹാലലുയ. അവള് 2 ദൂതന്മാരെ ചെയ്തു. ഹാലലുയ. നമുക്കറിയാം ചേട്ടൻ പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് 2 ദൂതന്മാരെ സ്ത്രീ ഉണ്ടെങ്കിൽ നാളെ സോഷ്യൽ മീഡിയ മുഴുവനാവായിരിക്കും. ഹാലലുയ.
എന്നാലും ഈ മറിയൊക്കെ ഒരു വിഷയമല്ല. ഹാലേലൂയ. അത് അവർക്ക് ശിഷ്യന്മാരോട് പറയാനുള്ളത്, ഞാൻ എന്റെ കർത്താവിനെ കണ്ടു. ഹാലേലൂയ. അവൾ പറഞ്ഞ് വിളിച്ചു പറഞ്ഞ കാര്യം അവൾ ഭൂതമായി കണ്ടത് ഒരു വിഷയമല്ല. അവർക്ക് പറയണം, എന്റെ കർത്താവിനെ കിട്ടണം, അവനെ ഞാൻ കൊണ്ടുപോക്കണം. ഹാലേലൂയ. ഹാലേലൂയ. മോശയെ ദൈവം ഇത് കാണിച്ച് ബോധിപ്പിച്ചു. ഹാലേലൂയ. അതുകൊണ്ട് അവൻ സാധാ സിസ്റ്റത്തിന്റെ അപ്പുറത്തും ജീവിച്ചു. ജനം പിറുവർത്തപ്പെടും, മോശ പിറുവർത്തില്ല. ഹാലേലൂയ. അത് പൗലോസുകളെ കണ്ടു. അനേകരും ഇട്ടച്ചു പോയപ്പോൾ, ലോകത്തെ സ്നേഹിച്ച് ഇട്ടച്ചു പോയപ്പോഴും പൗലോസ് അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി നിന്നു, കഷ്ടത്തിൽ നിന്നു. കാരണം ഈ റിലീജിയസ് സിസ്റ്റത്തിന്റെ അകത്തു നിന്നും പ്രിയന്റെ ചാരാനം പഠിച്ചു. ഹാലേലൂയ. ഇവിടെ ഒരു മറിയെ നമ്മൾ കണ്ടു. ഹാലേലൂയ. ശിക്ഷിക്കാത്തില്ല. ഹാലേലൂയ. ഒരു അനുഗ്രഹം പ്രതീക്ഷിക്കണം. പക്ഷേ അവർക്ക് ഹാലേലൂയ, ഹാലേലൂയ, ജീസസ് എന്നുള്ളത് എന്റെ ലോഡാണ്. ഹാലേലൂയ. എന്റെ കുരിയോസ് ആണ്. ഹാലേലൂയ. അവരെ വിട്ടുപിരിക്കുന്ന ഒരു ജീവിതം അവർക്കില്ല. നമ്മൾ തിരിച്ചു പറഞ്ഞപ്പോൾ ഒരു ശ്വാസം ഈ യേശുവിനെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. റിലേഷനിലേക്ക് അവർ കയറി വന്നപ്പോൾ അവർ വിളിച്ചു പറയുകയാണ്, ഹാലേലൂയ, ഇനി എന്റെ ബന്ധത്തിലേക്ക് തിരിക്കണമേ. അവസാനമായി യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 59-ാമത്തെ വാക്യം. അത് 8-ാം അധ്യായം വായിച്ച എന്താ റിലീജിയൻ മനസ്സിലാവും. 59 മനസ്സിലാവും. അപ്പോൾ അവനെ എഴുതാൻ കല്ലെടുത്തു. യേശുവോ എന്തുകൊണ്ട് യേശു ദേവാലയം വിട്ടുപോയെ? ദേവാലയം വിട്ടു ഇപ്പൊ റിലീജിയൻ ജീവിക്കുക. ജനമെല്ലാം ഒരു ബന്ധവും ഇല്ലാതെ ഞങ്ങളുടെ പിതാക്കന്മാർ അനുഭവിച്ച ദൈവം. എനിക്ക് എന്റെ ദൈവത്തെ അറിയത്തില്ല, പക്ഷേ ഞങ്ങൾക്കറിയാൻ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ അബ്രഹാമിനോട് സംസാരിച്ചിട്ടുണ്ട്. യേശു അങ്ങനെ ദേവാലയം വിട്ടുപോയി. കാരണം അവിടെ നിങ്ങൾ ദൈവബന്ധം അനുഭവിക്കാൻ പറ്റത്തില്ല. യേശു മതത്തിന് പുറത്തുള്ള ഒരു വാക്യം എഴുതിയിരിക്കുന്നത്. ഹാലേലൂയ. ഈ 9-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. ഒരു വ്യക്തി ഈ സംഭവം നടന്നു. യേശുവിനെ ദേവാലയത്തിൽ വിട്ടുപോയതിനു ശേഷം ഒരു വ്യക്തി, കുരുടനായ ഒരു വ്യക്തി, അവൻ സൗഖ്യം പ്രാപിച്ചു. ഹാലേലൂയ. അവനും ഈ സാക്ഷ്യം പറയാൻ തുടങ്ങി. 8-ാം അധ്യായത്തിൽ ജനം പറയും, ഞങ്ങളുടെ പിതാവ് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, നീ അബ്രഹാമിനേക്കാൾ വലിയവനോ? ഹാലേലൂയ. ഹാലേലൂയ. അവർക്ക് അബ്രഹാമിനോട് സംസാരിച്ച ദൈവത്തെ അറിയാം, എന്റെ ദൈവത്തെ അറിയത്തില്ല. മുമ്പ് മറിയ പറഞ്ഞ പോലെ എന്റെ കർത്താവ് റെഗുലേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. ഹാലേലൂയ. യേശുവിന്റെ സ്വന്തം പിതാവ് ആരെന്ന് അറിയാമായിരുന്നു. ഹാലേലൂയ. ഹാലേലൂയ. അതുകൊണ്ട് യേശു ആ റിലീജിന്റെ അകത്തുനിന്ന് വെളിയിൽ കടന്നു. ഹാലേലൂയ. അതിന് എന്ത് വില കൊടുത്താണെങ്കിലും യേശു റിലീജിന്റെ അകത്ത് വെളിയിൽ കടന്നു. ഈ വ്യക്തിയെ സൗഖ്യമാക്കി. ആ കുരുടനെ പറഞ്ഞു, ഹാലേലൂയ, ദൈവപുത്രനല്ലാതെ, ഹാലേലൂയ, ദൈവത്തിൽ നിന്ന് വന്നവനല്ലാതെ ആരും എന്നെ സൗഖ്യമാക്കി കഴിയത്തില്ല. നിങ്ങളെന്നെ കാണുന്നുണ്ടല്ലോ. ഹാലേലൂയ. അവരെ ചെയ്തു ഈ കുരുടനെയും ഹാലേലൂയ പള്ളി പ്രവർത്തനാക്കി. 35 പ്രാവശ്യം. കേട്ടോ, ഇത് ദൈവപുത്രന്റെ റെഗുലേഷൻ പറയാൻ തുടങ്ങിയപ്പോൾ കുരുടനെ ചെയ്തു. എന്നുവെച്ചാൽ റിലീജിയന്റെ റിഗുലേഷന് ജീവിക്കുന്ന ഒരാൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ റിഗുലേഷൻ ജീവിക്കുന്ന ഒരാൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. പുറത്താക്കി കളയും. നമ്മൾ തിരിച്ചു വന്നോട്ടാം. ലോകത്തിന്റെ റിലീജിയൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരണം. എന്തെങ്കിലും സിസ്റ്റപരമായ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചറിയാൻ അവിടെ പറ്റിക്കണം. അവര് പറയാണ്, ഹാലേലൂയ, അവര് പറയുന്നത് ഞങ്ങളുടെ മോശയോടെ ദൈവം സംസാരിച്ചിട്ടുണ്ടെന്ന് മതത്തിൽ നിൽക്കുന്നവർ പറയുമ്പോൾ ഇവിടെ വ്യക്തി പറയുകയാണ്, ഹാലേലൂയ, 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 ഞാൻ ദൈവപുത്രനെ കാണാൻ പോവുകയാണ്. അതിന്റെ അടുത്ത് യേശുവോട് സംസാരിച്ചു, ഹാലേലൂയ, നീ ഇപ്പോൾ കാണുന്നവനാണ് ദൈവപുത്രൻ. എപ്പോൾ അവൻ മതത്തിന്റെ സിസ്റ്റത്തിന് പുറത്താക്കപ്പെട്ടോ, ഹാലേലൂയ, ഒറ്റ ഉറപ്പോടെ യേശു മോനെ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞു. ഹാലേലൂയ. കുരുടനിപ്പോ വീട്ടുകാരില്ല, നാട്ടുകാരില്ല, സമക്കാരില്ല. പക്ഷേ അവൻ ഓൾറെഡി പുറത്താക്കപ്പെട്ട യേശു ചാരാൻ കിട്ടി. ഹാലേലൂയ. അവൻ മരുഭൂമിയെ ചാരാൻ കിട്ടി. അവൻ ഓൾറെഡി ഈ സിസ്റ്റത്തിന് വെളിയിൽ ആ പുരുഷൻ പ്രാർത്ഥിക്കുന്ന സമയം കടന്നുപോയി. അതിന്റെ അടുത്ത ഭാഗത്ത് അടുത്ത് ശ്രമിച്ചിരിക്കാം. ഹാലേലൂയ. ഹാലേലൂയ. രാജാവിന്റെ പള്ളികളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹാലേലൂയ. ഓർപ്പിച്ചതുപോലെ ഹാലേലൂയ, അനേകർ കാണുമെന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് പാപം നിലനിൽക്കുന്നതെന്നാൽ ഹാലേലൂയ, കാണുന്നവർ കാണാതിരിക്കാനും കാണാതിരിക്കുന്നവർ കാണേണ്ടത് ദൈവപുത്രൻ ഇപ്പോൾ റിലീജിയസ് സിസ്റ്റത്തിന് വെളിയിലാണ്. ഹാലേലൂയ. അവൻ മാനുഷികാൽപ്പനത്തിന്റെ ഹാലേലൂയ പാരമ്പര്യത്തിന് വെളിയിലാണ്. ഹാലേലൂയ. അതുകൊണ്ടാണ് പാരമ്പര്യം വിട്ട് നമ്മൾ പലരും ഇവിടെ ഇരിക്കുന്നത്. ഹാലേലൂയ. എന്റെ കർത്താവ് അഭിലാഷത്തിലേക്ക് അങ്ങനെ വാഴ്ത്തുന്ന സൂര്യൻ കർത്താവെ, ഈ മരുഭൂമിയിൽ കർത്താവിനെ കാണുവാൻ, ആ ഞങ്ങളുടെ തേജസ്സിനെ പൊതിച്ച് ജീവിക്കുവാൻ, ഈ റിവലേഷനിലേക്ക് കടന്നു ജീവിക്കുവാൻ, ലോകത്തിനും മതത്തിനും ഞങ്ങളെ ഹാലേലൂയ പിടിച്ചു നിർത്താൻ കഴിയാത്തവണ്ണം ഇതിലേക്ക് ജയിച്ചു മുന്നേറുവാൻ, ഹാലേലൂയ, ഹാലേലൂയ, ഒരു റിലീജിയസ് സിസ്റ്റത്തിന്റെ അടുത്ത് ഭയം കൊണ്ടല്ല കർത്താവെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വിട്ടുതന്നെങ്കിൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് വേണ്ടി വിട്ടുതരുന്ന ലൈഫിലേക്ക് ഞങ്ങൾ നയിക്കാമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ സാധാരണ മതക്കാരെ പോലെ അല്ല കർത്താവെ, കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ, ആ ബന്ധം മുട്ടിയുറപ്പിച്ച് ജീവിക്കുവാൻ, മോശയെ പോലെ, പൗലോസിനെ പോലെ, മറിയെ പോലെ, ഇപ്പോൾ കുരുടനായ വ്യക്തിയെ പോലെ മതത്തിന്റെ വെളിയിൽ പള്ളിക്ക് പുറത്ത് പുറത്താക്കപ്പെട്ട യേശു
ശക്തമായ പരിശുദ്ധാത്മാവ് തന്റെ മനോട് സംസാരിച്ച ആസ്വദിക്കുന്ന കൂടുതലായ ദൈവത്തെ ദൈവം ഉപയോഗിക്കേണ്ടതിന് വചനത്തിന്റെ